പ്രായമുള്ള ഉമ്മയൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ ത്വരീക്കത്തും തേടി പുറപ്പെടൊന്നും വേണ്ട, അവിടുന്ന് തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി തങ്ങളോട് ഒരാൾ പറഞ്ഞല്ലോ, ഇന്നലെ നിങ്ങളെ സ്വർഗത്തിൻ്റെ കിരീടം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്ന്. മഹാൻ പറഞ്ഞു, എങ്ങനെയാ കാണാതിരിക്കുക, ഞാൻ ഇന്നലെ എൻ്റെ ഉമ്മാൻ്റെ കാല് കടച്ചിലെടുത്തിട്ട് തടവി കൊടുക്കുകയായിരുന്നു. പിന്നെ സ്വർഗമല്ലാതെ വേറെന്താ അള്ളാഹ് തരാ? അപ്പോൾ ഒന്നാമത് വേണ്ടത് അവരെന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം. ഒരു പക്ഷേ നമ്മളെ മനസ്സിൽ അത് വിഷമമുണ്ടാവും, എന്നാലും അതനുസരിക്കണം. ആ അനുസരിച്ചതിൻ്റെ ബർക്കത്ത് തുടർ ജീവിതത്തിൽ അള്ളാഹു നൽകും. ആ പെണ്ണിനെ വേണ്ട മോനെ, നിനക്ക് എനിക്കെന്തോ ഒരു ഹൈർ തോന്നുന്നില്ല നീ അവിടെ വീടെടുക്കുന്നത്. ഉമ്മ എന്തി പറയുന്നു? അങ്ങനെ നിൻ്റെ ഒരു ന്യായാന്യായം പറയരുത്. ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം, ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം. രണ്ടാമത്തത്, അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. ഒരു മഹാനെ ഉമ്മ വിളിച്ചു, വലിയ ഹദീസ് പണ്ഡിതനാണ് ആ മഹാൻ. എന്താ ഉമ്മ എന്ന് ചോദിച്ചു. എന്താ ഉമ്മ? കാര്യം പറഞ്ഞു, കാര്യം നിർവഹിച്ചു കൊടുത്തു. പിന്നെ ഈ മഹാൻ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ നേരത്തെ ഉമ്മനോട് എന്തേന്ന് ചോദിച്ചത് സൗണ്ട് കൂടിപ്പോയോ? അത് കേടായോ റബ്ബേ. നേരെ അങ്ങാടിയിൽ ചെന്ന് വലിയ വില വരുന്ന 2 അടിമകളെ വാങ്ങി, ലക്ഷങ്ങൾ വില വരും കേട്ടോ, അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരുന്നു, നേരത്തെ ഉമ്മാനോട് എന്തേന്ന് ചോദിച്ചതിൽ സൗണ്ട് കൂടിപ്പോയിന് 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. പൊരുത്തപ്പെടണേ അള്ളാഹ്, കൂടിപ്പോയതാണ്, അറിയാണ്ട് അങ്ങോട്ട് വന്നു പോയതാണ്. ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാൻ, ഇനിയിപ്പോൾ ആദ്യം വെയിലത്ത് പോകാനാണ്, എന്നെ കൊണ്ടാവില്ല എന്നാണ് പുതിയ സിദ്ധാന്തം. ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെ പോകുന്നു എല്ലാം ഇവിടെ പറയണം, ഇതെന്താ ഓഫീസാ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്തമാനം. കല്യാണം കഴിക്കുന്നവരും ഉമ്മയായിരുന്നു അവൻ്റെ എല്ലാം. പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മ. ബാക്കി ഏത് തെറ്റായാലും ആഖിറത്തിലായിരിക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടാവുക. ഇത് നോ, ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും. ഉമ്മാനെ എങ്ങാനും ഉപ്പാനെ എങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും. അപ്പോൾ രണ്ടാമത്തത്, അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല.